ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ടാഡ്പോൾ, ഒരു കുഞ്ഞ് ടാഡ്പോൾ. അത് ഈ ഫ്രോഗിൻ്റെ ബേബി പോലെ, അത് തീരെ ചെറുതാണ്. അതെപ്പോഴോ ഇതിനകത്ത് കയറിയതാണ്. അതവിടെ ഇരുന്ന് വളർന്ന് 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 ഇറ്റ് ബിക്കേം സോ ബിഗ്, യുനോ. അങ്ങനെ നമ്മളെന്താ മനസ്സിനകത്ത് കോട്ടകൾ ഉണ്ടാകുന്നത്. നമ്മൾ ആദ്യം തന്നെ നെഗറ്റീവ് തോട്ട്, ആങ്ഷ്യസ് തോട്ട്സ്, ഡൗട്ട്സ്, ദൈവത്തിന് വചനത്തിനെതിരായുള്ള ഓരൊറ്റ കാര്യം പോലും മനസ്സിൽ വെച്ച് പുലർത്തരുത്. സഹോദരിമാരോട് പ്രത്യേകം ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ മനസ്സ് വെച്ച് കളിക്കരുത്. ഇന്ന് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെക്കാട്ടിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസാണ് ഏറ്റവും കൂടുതലുള്ളത്. വിമൺ സഫർ ബിക്കോസ് വിട്ടുകൊടുക്കാൻ പറ്റാതെ അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാതെ they just keep it and it will hurt you for sure. ഇത് ബിറ്റർനെസ് ഒക്കെ ക്യാൻസർ പോലെയാണ് പറയുന്നത്. ബിറ്റർനെസ്, ഇറ്റ് ഈസ് ലൈക്ക് ക്യാൻസർ ഇഫ് യു ഡോണ്ട് ഡീൽ വിത്ത് ഇറ്റ്. എന്താ നമ്മൾ അപ്പൊ തന്നെ ഇതിനെല്ലാം ക്ലിയർ ചെയ്യണം. നമുക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും അല്ലേ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത്ര എളുപ്പമാണോ അവരെ അങ്ങ് ക്ഷമിക്കാൻ? പ്രത്യേകിച്ച് നമ്മൾ അങ്ങോട്ടൊന്നും ചെയ്യാതെ അവർ നമ്മളെ ഹേർട്ട് ചെയ്തു, പാര വെച്ചു എന്നൊക്കെ പറയത്തില്ലേ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുമ്പോൾ അത്ര എളുപ്പമല്ല ക്ഷമിക്കാൻ. പക്ഷെ അത് പെട്ടെന്ന് ചെയ്യണം. കാരണം നമ്മളിത് വെച്ചോണ്ടിരുന്നാൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ പ്രോബ്ലം ആർക്കാ ഉണ്ടാവുന്നത്? The one who keeps it, it will eat you. അതാണ് 2 കൊരിന്ത്യർ 10:4-5 പറയുന്നത്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികമല്ല, കോട്ടകളെ ഇടിപ്പാൻ. അപ്പൊ നമ്മൾ ഓർക്കും, ഇത് എവിടെ ഈ കോട്ട? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ഇവർ ശക്തിയുള്ളവയാണ്. ഇനി എന്താ വിഷയം അവിടെ? അവയാൽ ഞങ്ങൾ സങ്കൽപ്പങ്ങൾ. ഇവിടെ നമ്മുടെ കൾപ്രിറ്റ് ആരാണ്? നമ്മൾ ആരെയാ അറസ്റ്റ് ചെയ്യേണ്ടുന്നത്? സങ്കൽപ്പങ്ങൾ, ഇമാജിനേഷൻസ്, തോട്ട്സ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് മീതെ ഉയരുന്ന എല്ലാ ഉയർച്ചയും. ഇംഗ്ലീഷിൽ അതൊന്ന് വായിച്ചേ. We take captive every thought. ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് ഏത് സങ്കല്പത്തെയും ചിന്തകളെയും, ദൈവത്തിന്റെ വചനത്തിന്റെ പരിജ്ഞാനത്തിന് മീതെ ഉയരുന്ന ഏത് ചിന്തയെയും പിടിച്ചടക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ ദൈവത്തിന്റെ വഴികളാണിത്. See, you cannot meddle with this and expect to grow in Christian life. You just cannot. ഇതൊക്കെ എനിക്ക് ഭയങ്കര, എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും ദൈവകൃപ പ്രാപിച്ചവർ, അഭിഷേകമുള്ളവർ, നമുക്ക് ഒരു ഉളുപ്പില്ലാതെ നമ്മൾ പറയും, പിന്നെ അവരെ എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. എന്തോ അവരെന്നോട് കാണിച്ചത്, ഞാൻ ജീവനുള്ള കാലം വരെ നമ്മളെന്തോ ഭയങ്കര ഡയലോഗ് അടിക്കുവാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. പിന്നെ നമ്മൾ അങ്ങനെയും പറയും. നമ്മൾ പറയുന്നത്, ഇത്രയും നാൾ ഞാൻ സഹിച്ചു, ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. ഇത് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്നാ കർത്താവ് പറഞ്ഞത്? നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മളോട് ക്ഷമിക്കുമോ? ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും നമുക്കൊരു ദൈവഭയവുമില്ലാതെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിണങ്ങിയിരിക്കും, മിണ്ടത്തില്ല, നമ്മൾ തിരിച്ചവർക്ക് പാര വയ്ക്കാൻ നോക്കും. നമ്മുടെ ദൈവം ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെ ഈ ഒരു കണ്ണുകളോടുകൂടെ വേണം ദാവീദിനെയൊക്കെ പഠിക്കാൻ. ഹല്ലേലൂയ. See David, think of David, Joseph, Daniel, anyone. അവരൊക്കെ എത്ര ബിറ്ററായി പോകണ്ടെന്നതാ അല്ലേ? ദൈവം ദർശനം കൊടുത്തു, സ്വപ്നം കൊടുത്തു, അടുത്ത ദിവസം മുതൽ ഇവരോട് കുശുമ്പ. അവരെ അടിച്ചിടാൻ വേണ്ടി അത് ചെയ്യുന്നു, ഇത് ചെയ്യും. ഹല്ലേലൂയ. എന്നാലും അവര് ജയാളികളായി അല്ലേ? ശൗലിന് ദുരാത്മാവ് കയറുമ്പോ ആരായിരുന്നു കിന്നരം വായിക്കാൻ പോകുന്നത്? നമ്മളാണെ പോകും. ആരായിരുന്നു ശൗല്? ഒരു ചാൻസ് കിട്ടിയ ഇവനെ തട്ടണം. ഇവനോട് കുശുമ്പാണ്.
Can you see how holy he was in his heart? ഇതൊക്കെ ദൈവത്തിന്റെ വഴികളാണ്. ഇതൊന്നും ബൈപ്പാസ് ചെയ്തൊരു സ്പിരിച്വാലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിന്റെ കയ്യിൽ കിട്ടി ഒരു പ്രാവശ്യം, അല്ലേ? കയ്യിൽ കിട്ടി. he could have done, അല്ലേ? he could have said, ഞാനൊരു ദൈവശബ്ദം കേട്ടു, എൻ്റെ സമയം വന്നു, പണ്ടേ എനിക്കൊരു പ്രവചനമുള്ളതാണ്, നീ രാജാവാകുമെന്ന്. He said no, he is God's anointed. Amen. ഇവന്റെ പുറത്ത് ദുരാത്മാവ് കയറുന്നത് വരെ കണ്ടിട്ടുള്ള ദാവീദാണ്, ഓർക്കണം. എന്നാൽ അതൊന്ന് അഹങ്കരിച്ചു. See, there is so much of soulishness, selfishness and arrogance and pride it is so highly tolerated in our Christian circles. Hallelujah. ഇതിന്റെയൊക്കെ മീതെ നമുക്കൊന്ന് ഉയരുവാനായിട്ട് കഴിയുമോ?